ഒരു ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകൻ, അധ്യാപിക എന്ന് പറഞ്ഞാൽ കുട്ടീൻ്റെ ദൈവമാണ്. കൊച്ചു പ്രായം തൊട്ട് ടീച്ചർ പറഞ്ഞ വാക്ക് വേദവാക്യമാണ്. അത് അച്ഛനമ്മയോടും പറയുക അങ്ങനെയൊന്നും അല്ല, ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. അത് കാര്യമുണ്ട്. കാരണം ടീച്ചർ എന്ന് വെച്ചാൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഫാമിലി സൈസ് ഇപ്പോൾ ഒരു കുട്ടീനെ 2 കുട്ടീനെ വളർത്തിയവർക്ക് എത്ര എക്സ്പീരിയൻസ് കാണും? കുറവാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു ടീച്ചർ എല്ലാ വർഷവും 100 കണക്കിന് കുട്ടികളെ ഡീൽ ചെയ്യുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ എക്സ്പീരിയൻസ് ഒരു ധനം തന്നെയാണ്, ഒരു വലിയ സമ്പത്താണത്. ആ എക്സ്പീരിയൻസിൽ കൂടെ പല ടീച്ചേഴ്സിനും കുട്ടികളെ ഗൈഡ് ചെയ്യാനുള്ള ഇൻസൈറ്റ്സ് ഒക്കെ അവർക്കുണ്ട്. പക്ഷേ ഓൺലി തിങ് അവരെയും കൂടെ എൻകറേജ് ചെയ്യണം. ടീച്ചേഴ്സിൻ്റെ പഠിപ്പിക്കൽ മാത്രമല്ല, അതിനുവേണ്ടി അല്ലല്ലോ നമ്മൾ സ്കൂളിൽ വിടുന്നത്. പഠിക്കണം, മാർക്ക് വാങ്ങാം, ശരി. പക്ഷേ ടീച്ചേഴ്സിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നല്ല നല്ല ജീവിത സത്യങ്ങളെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു ഹോളിസ്റ്റിക് മെൻ്റൽ റിയലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യുക. സ്കൂൾ അതിൻ്റെ കേന്ദ്രമാണ്. സ്കൂൾ ഇസ് നോട്ട് എ റാങ്ക് പ്രൊഡ്യൂസിങ് മെഷീൻ. അതല്ല വേണ്ടത്. 100% എത്ര എണ്ണം, എത്ര ശതമാനം എന്നല്ല. പക്ഷേ ഒരു കുട്ടീൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ഒരു സ്ഥലവും കൂടെ ആയിരിക്കണം സ്കൂൾ എന്ന് പറയുന്നത്. അതിനകത്ത് ഫിസിക്കൽ, മെൻ്റൽ എല്ലാം അതിനകത്ത് വരണം. അപ്പോൾ ആ കൂട്ടത്തിൽ ടീച്ചേഴ്സിന് ചെയ്യാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സമകാലിക വിഷയങ്ങൾ, അതൊക്കെ ഓപ്പൺ കൊച്ചു മിനി ചർച്ചകൾ. ഒരു ക്ലാസ് ചിലപ്പോൾ കണക്ക് ക്ലാസ് ആയിരിക്കും. എന്തെങ്കിലും 5 മിനിറ്റ് എടുത്ത് മക്കളെ എല്ലാവരും സ്റ്റാൻഡപ്പ്, നമുക്കൊരു ചെറിയ വിഷയം സ്റ്റാൻഡപ്പ് ആൻഡ് സിറ്റ് ഡൗൺ, നമുക്കൊരു കൊച്ചു വിഷയം 5 മിനിറ്റ് സംസാരിക്കുക. ഇന്നത്തെ പേപ്പർ നിങ്ങൾ കണ്ടോ എന്നുള്ള സ്റ്റൈലിൽ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ട്, വളരെ നല്ലൊരു ശൈലിയാണ്. ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് വിഷയവും വേണമെങ്കിലും കുട്ടികൾക്ക് ചർച്ച ചെയ്യാം. ഇതിനെപ്പറ്റിയും പലരും മിണ്ടാത്ത കുട്ടികളെ ഒപ്പീനിയൻ പുറത്ത് പറയും. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും എൻകറേജ് ചെയ്യാം. ക്ലാസ് ബിക്കംസ് ഒരു ഡിബേറ്റിംഗ് സെഷൻ. 5 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് വിഷയത്തിലോട്ട് പോകാം. കണക്കായിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ജിയോഗ്രഫി ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനത്തെ ശീലം ടീച്ചേഴ്സും കൂടെ വരുത്തിച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഒരു ഭയങ്കര ഫാൻറ്റാസ്റ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് മാറും ക്ലാസ്സുകൾ. അപ്പോൾ ആ രീതിയിൽ ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബന്ധങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്സ്. അത് സ്കൂളിലാണ് ഏറ്റവും അധികം ഈ റൊമാൻസുകളും അനുരാഗങ്ങളും ഇതെല്ലാം അവിടെയാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ അതിനെല്ലാം ഈ സ്കൂളിൻ്റെ ഡിസിപ്ലിനെ ബാധിക്കും. അതുകൊണ്ട് ആരും ആരുടെയും മുഖത്ത് നോക്കരുത്. ആൺകുട്ടി പെൺകുട്ടിയെ നോക്കി ചിരിക്കാൻ പാടില്ല. കൈയൊന്നും തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നം. ആ രീതിയിൽ എടുക്കാതെ ഗൈഡഡ് സൂപ്പർവിഷൻ, ഗൈഡഡ് ഫ്രീഡംസ് അത് കൊടുക്കുകയും ബന്ധങ്ങളെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും കുട്ടികൾ അത് എൻജോയ് ചെയ്യുകയും ചെയ്യും. അതിനകത്തൂടെ റെസ്പോൺസിബിൾ ഫ്രണ്ട്ഷിപ്സ്, ഉത്തരവാദിത്തമുള്ള, അന്തസ്സുള്ള, ഡിഗ്നിഫൈഡായുള്ള ഫ്രണ്ട്ഷിപ്സ് ഫോം ചെയ്യുകയും അതിനുള്ള ഫ്രീഡംസ് ഇടപഴകി അടുത്ത് പെരുമാറാനുള്ള ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങോട്ടേക്കും അക്രമം കാണിക്കാൻ പറ്റുകയില്ല. സോ ആ രീതിയിൽ നമ്മൾ സ്കൂൾസിൽ ഈ ബന്ധങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും നല്ല രീതിയിലോട്ട് ഗൈഡ് ചെയ്ത് വഴി കാണിച്ചു കൊടുത്താൽ ഈ ആൺപെൺ ബന്ധങ്ങൾ അത് മെച്ചപ്പെടും. അതിൽ കൂടെ അവരുടെ ഫ്യൂച്ചറിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടെയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കൂളിലെ കൊച്ചു പ്രേമങ്ങളും അത് ഫ്യൂച്ചറിലേക്കുള്ളൊരു ട്രെയിനിങ് ആണ്. നല്ല റെസ്പോൺസിബിളായിട്ട് ഒരു ആൺകുട്ടി പെൺകുട്ടീൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പഠിക്കണം. ഒരു പെൺകുട്ടി ആൺകുട്ടീൻ്റെ മൈൻഡ് മനസ്സിലാക്കാൻ പഠിക്കണം. സോ ആ രീതിയിൽ നല്ലോണം അവരുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കും. അതിനുള്ള കഴിവൊക്കെ കുട്ടികൾക്കുണ്ട്. വി നീഡ് ടു ഗൈഡ് ദം. അപ്പോൾ പേരൻസിൻ്റെ പങ്കുണ്ട്, ടീച്ചേഴ്സിൻ്റെ പങ്കുണ്ട്.